എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ ഇന്നലത്തെ വീഡിയോയുടെ തുടർച്ചയായിട്ട് വിസിറ്റ് ടു ഇന്ദ്രലോക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് മെഡിറ്റേഷനിൽ നാഗാലാൻഡിൽ അദ്ദേഹത്തിൻ്റെ കുടിലിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുമ്പം അദ്ദേഹം ഇങ്ങനെ ബ്ലൂ പേളിലിരുന്നുകൊണ്ട് അങ്ങനെ സഞ്ചരിക്കുക. അങ്ങനെ ഇന്ദ്രലോകത്ത് പോയി. ഇന്ദ്രലോകത്താണ് ആ തേര് വന്നതും ഒരു ഗോഡ്, മനുഷ്യൻ്റെ രൂപത്തിലുള്ള ഗോഡ് എന്ന് പറഞ്ഞ് ആ ചാരിയറ്റിനെ ഓട്ടിക്കൊണ്ട് വന്ന ആളും സാരഥിയും കൂടെ രണ്ടുപേരും കൂടെ എല്ലാ അവിടെ ഇന്ദ്രലോകത്ത് പല സ്ഥലങ്ങളും ചുറ്റിക്കണ്ടുകൊണ്ടിരിക്കുക. അപ്പം ഇനിയൊരു വലിയ കൊട്ടാരത്തിനകത്ത് പോന്നു. അവിടെ വെച്ചാണ് നമ്മൾ നിർത്തിയത്. അപ്പം കൊട്ടാരത്തിൽ പോകുമ്പം കൊട്ടാരത്തിൽ നിന്ന് പോകുന്ന വഴിയെല്ലാം പൂക്കൾ. പിന്നെ കൊട്ടാരത്തിൽ അടുക്കുമ്പോഴത്തേക്ക് രണ്ട് സൈഡും ആൾക്കാർ, ഒരു സൈഡ് ആണുങ്ങൾ, ഇനിയൊരു സൈഡ് പെണ്ണുങ്ങൾ. ആണുങ്ങളെല്ലാം മാലകൾ കയ്യിൽ ഏന്തിക്കൊണ്ട് നിൽക്കുന്നു. പെണ്ണുങ്ങളെല്ലാം സ്വർണ്ണ തട്ടത്തിൽ ആരത്തി എടുക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ നിർത്തിയത്. അപ്പം ഈ പാലസ്, ഈ കൊട്ടാരം എന്ന് പറയുന്നത് ഇന്ദ്രൻ്റെ കൊട്ടാരമാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെയാണ് ഇദ്ദേഹം ഈ ക്ലൈമാക്സിനെ പൊട്ടിക്കുന്നത്. അതായത് ഇപ്പം പറയുന്നത് നൗ ഐ അണ്ടർസ്റ്റാൻഡ്, അതായത് ഇപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഈ മനുഷ്യൻ്റെ രൂപത്തിൽ ഉള്ള ദൈവം എന്ന് പറയുന്നത് ഇന്ദ്രനാണ്. അപ്പം എനിക്കത് നേരത്തെ ഊഹിക്കാൻ പറ്റി. എനിക്ക് ഉറപ്പാണ് നിങ്ങളെല്ലാവരും അത് കറക്റ്റായിട്ട് ഊഹിച്ചിരിക്കും. പക്ഷേ ഞാനും അത് പറയാത്തതിൻ്റെ കാരണം ഇദ്ദേഹത്തിൻ്റെ ഏത് രീതിയിൽ എഴുതിയിട്ടുണ്ടോ ആ രീതിയിൽ വേണമല്ലോ നമുക്ക് പോകാൻ, ബുക്ക് റിവ്യൂ ചെയ്താലും. അപ്പം ഒരു തേര് വന്നു, അതിനകത്ത് അത് ഇന്ദ്രനാണ് ഓട്ടിക്കൊണ്ട് വന്നേ എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്കെല്ലാം ഊഹിച്ചിരിക്കാം, എല്ലാവരും ഊഹിച്ചെടുത്ത് കാണും. അല്ലാത്തവർക്കും ഇപ്പം പറയുക. ഇപ്പോഴാണ് മുക്താനന്ദ പറയുന്നത് നൗ ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ ഗോഡ് ഹൂ വാസ് വിത്ത് മീ വാസ് നൺ അതർ ദാൻ ദ കിങ് ഓഫ് ദ ഹെവൻ. കിങ് ഓഫ് ദ ഹെവൻ എന്ന് വെച്ചാൽ സ്വർഗപുരിയുടെ രാജാവാണ്. ആൻഡ് ലോർഡ് ഓഫ് 100 സാക്രിഫൈസസ്. അതായത് അദ്ദേഹത്തിൻ്റെ പേരാണ് ഇന്ദ്രൻ, ഇന്ദ്ര ഹിംസെൽഫ്. അപ്പോൾ ഇന്ദ്രനാണ് ഇദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ഒരു പല്ലക്കിൽ അല്ലെങ്കിൽ ഒരു തേരിൽ വന്ന് ഇദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം ഈ നമുക്ക് എന്ത് പറയാനാ? കുറച്ച് മെഡിറ്റേഷൻ ചെയ്തപ്പോഴത്തേക്ക് എല്ലാവരും നമ്മളെ തേടി വരുന്നു. അത് വേറെയും ഞാൻ പല സ്ഥലത്ത് പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു ശിഷ്യൻ തയ്യാറാകുമ്പം, റെഡിയാകുമ്പം, അതായത് ഒരു ശിഷ്യൻ റെഡിയാകുമ്പം ഗുരു ആ ശിഷ്യനെ തേടിപ്പോകും. വെൻ ദ സ്റ്റുഡൻറ്റ് ഈസ് റെഡി ദ ടീച്ചർ വിൽ അപ്പിയർ എന്നാണ് പറയുന്നത്. അതൊരു കാര്യം. അതുമാത്രമല്ല, നമ്മളെ ഈ മുക്തിയെ തേടി ഈ സാധനകളെല്ലാം ചെയ്യുമ്പം, അതായത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും 33 കോടി ദേവന്മാരും നമ്മളെ വാച്ച് ചെയ്യും. അതുമാത്രമല്ല, ഈ ആസ്ട്രൽ വേൾഡ്, വേറെ പല ലോകങ്ങളിലുള്ള നമ്മളെക്കാട്ടിലും ഉയർന്ന ശക്തിയായ പല ആൾക്കാരവിടെ ഉണ്ട്. അവരെല്ലാം ഇങ്ങനെ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കും. അവർ കാത്തിരിക്കും. എപ്പം നമുക്ക് ആവശ്യമുണ്ടോ അപ്പം ഉടനെ അവർ വന്ന് നമ്മളെ സഹായിക്കും. അതായത് വേറൊന്നുമല്ല, നമ്മൾ ഒരടി ഒരു ചെവിട് അങ്ങോട്ട് എടുത്ത് വെച്ചാൽ ദൈവം 10 ചെവിട് ഇങ്ങോട്ട് എടുത്ത് വയ്ക്കുമെന്ന് പറയുന്ന പോലെ മേളിയുള്ള ആൾക്കാരൊക്കെ, മേളി ഞാൻ പറയുന്നത് മറ്റ് ലോകങ്ങളിൽ, നമ്മുടെ ഈ ഭൂലോകമല്ലാതെ മറ്റ് ലോകങ്ങളിലുള്ള നമ്മളെക്കാട്ടിലും ഉയർന്ന തളത്തിലുള്ള ആത്മാക്കൾ, സ്പിരിറ്റ്സ്. ആ സ്പിരിറ്റ്സൊക്കെ ആസ്ട്രൽ മാസ്റ്റേഴ്സ് എന്ന് പറയും, സ്പിരിറ്റ് ഗൈഡ്സ് എന്ന് പറയും. അവരൊക്കെ നമ്മളെ സഹായിക്കാൻ റെഡിയാണ്.
അവർക്കൊക്കെ എന്ത് വേണമെന്ന് വെച്ചാൽ ഒരു കാര്യം അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയണം. അതായത് നമ്മൾ തുടർന്ന് ഈ അഭ്യാസങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നോ ഇല്ലയോ എന്നുള്ളത് അതിൻ്റെ ഉറപ്പ് അവർക്ക് വരുത്തണം. അത് ഞാൻ എന്തോ പറയാൻ വരുന്നതെന്ന് വെച്ചാൽ, ഒരു 2 ദിവസം മെഡിറ്റേഷൻ ചെയ്തു, ആരുടെയോ സ്പീച്ച് കേട്ടു, അല്ലെങ്കിൽ മോട്ടിവേറ്റായി, ഈ വീഡിയോ കേട്ടു, നമുക്ക് ഇന്ദ്രലോകം പോകാം, എന്നാൽ നാളെ തൊട്ട് ഞാൻ മെഡിറ്റേഷൻ ചെയ്യും എന്ന് പറയുക. 4 മണിക്ക് എണ്ണിക്കുക, 5 മണിക്ക് എണ്ണിക്കുക, അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക, പിന്നെ ഓക്കെ. 2-ാമത്തെ ദിവസം ചെയ്തു, 3-ാമത്തെ ദിവസം ഈ ദിവസം എണ്ണിക്കുന്നൊന്നും പറ്റത്തില്ല, വലിയ പാട് തന്നെ. ഇന്ദ്രലോകം കണ്ടില്ലെങ്കിൽ വേണ്ട, അത് ഏതെങ്കിലും സിനിമയിൽ കാണാം, നമുക്ക് കുറച്ചുകൂടെ സുഖം പിടിച്ച് കിടന്ന് ഉറങ്ങാം എന്ന് വിചാരിച്ചാൽ അങ്ങനത്തെ ആൾക്കാരെ മേളിലുള്ളവർ, സ്പിരിറ്റ് ഗൈഡ്സ്, ആസ്ട്രൽ മാസ്റ്റേഴ്സ്, നമ്മുടെ ഗുരുക്കന്മാർ സഹായിക്കത്തില്ല. നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. അതായത് മഹാവതാർ ബാബാജി പറഞ്ഞിട്ടുണ്ടത്രേ, നീ 1 ഭാഗം സാധന ചെയ്, 10 ഭാഗം നിൻ്റെ അക്കൗണ്ടിൽ ഞാനിടാം, അതിൻ്റെ 10 ഇരട്ടി നിൻ്റെ അക്കൗണ്ടിൽ ഞാനിടാം. അപ്പം കുറച്ചെങ്കിലും, അതായത് അത് വേറെ ഒരു കാര്യമുണ്ട്, ഈ കലിയുഗത്ത് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ. ദ്വാപരയുഗത്തിലും ത്രേതായുഗത്തിലും സത്യയുഗത്തിലുമൊക്കെ അവർ തപസ്സാണ് ഇരുന്നത്, യാഗങ്ങളാണ് വളർത്തത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങളും കേട്ട് കാണുമല്ലോ, പഠിച്ചു കാണുമല്ലോ. അപ്പം അതൊന്നും അത്ര എളുപ്പത്തിലുള്ള കാര്യമല്ല. പക്ഷേ ഈ കലിയുഗത്ത് ഭഗവാൻ കൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, പല പുരാണങ്ങളിലും എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ശകലം ഒരു കാലെടുത്ത് വച്ചാൽ മതി, ഏതെങ്കിലും ഒരു സാധന ചെയ്ത് നിങ്ങൾക്ക് മുക്തി വേണമെന്ന് മനസ്സിൽ വിചാരിച്ചാലേ മതി, നിങ്ങൾക്ക് ഞാൻ നിങ്ങളെ സഹായിക്കാം എന്ന് എല്ലാ ദൈവങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ കലിയുഗം അങ്ങനത്തെ യുഗമാണ്. ഇവിടെ പുറമേ ഉള്ള അട്രാക്ഷൻസ് കൂടി വരുന്നു, അല്ലയോ? പണമാണെങ്കിൽ പണം, ലക്ഷറി ആണെങ്കിൽ ലക്ഷറി, സൗകര്യമാണെങ്കിൽ സൗകര്യം, സിനിമ എന്തുവാ, പാട്ടെന്തുവാ, ഡാൻസ് എന്തുവാ. പണ്ടൊക്കെ ഉള്ള പോലെ അല്ല. പണ്ടൊക്കെ ഈ ഉത്സവം, തമിഴിൽ തിരുവിഴ എന്ന് പറയും, ഉത്സവം. ഈ ഉത്സവങ്ങളൊക്കെ എന്തിനും ഉണ്ടാക്കി? അപ്പം വേറെ എൻ്റർടൈൻമെൻ്റ് ഒന്നുമില്ല. ഇപ്പം മുഴുവൻ ലോകമും ഈ കൈക്കകത്തടങ്ങി, മൊബൈലിലടങ്ങി. ഒരു മൊബൈലുണ്ടെങ്കിൽ ഒരുത്തന് ഏതൊരു ബോറടിയും ഇല്ല. ആരുടെടുത്തും സംസാരിക്കണ്ട, വീട്ടിലുള്ള ആൾക്കാരുടെ അടുത്ത് പോലും സംസാരിക്കണ്ട, അവനായി അവൻ്റെ മൊബൈൽ ലോകമായി. അങ്ങനെ ചുരുങ്ങി വരുന്ന ഒരു ലോകത്ത്, ഈ കലിയുഗത്ത് നമുക്ക് ഭയങ്കര ഡിസ്ട്രാക്ഷൻസാണ്. ഡിസ്ട്രാക്ഷൻസ് വെച്ചാൽ നമ്മളെ പുറ ലോകത്തോട്ട് വലിക്കാൻ ഇഷ്ടംപോലെ സംഗതികളുണ്ട്. അക്കാലത്ത് അതൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഈ 10 ദിവസം അമ്പലത്തിൽ കൊടിയേറ്റം, ഉത്സവം, അങ്ങനെ. അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിന് ചേർത്ത്, ഒരു ഗ്രാമത്തിലുള്ളവരെല്ലാവരും കൂടെ ഒന്നിച്ച് കൂടി കുറേ ഉത്സവം നടത്തുക. രാത്രിയാകുമ്പം നേരം വെളുക്ക് ഡ്രാമ, പാട്ട്, കച്ചേരി. അപ്പോൾ അവരുടെയൊക്കെ ആ ടാലൻസിനെ കാണിക്കാനും മറ്റവരെയൊക്കെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനും ഇത് ഒന്നേ ഉള്ളൂ. അപ്പം ഭയങ്കര അവിടെ മാർക്കറ്റും അതും ഇതുമായിരിക്കും, ബിസിനസ് നടക്കും. ഒരു വർഷത്തേക്ക് വീട്ടിലേക്ക് വേണ്ടിയ സാധനങ്ങളെല്ലാം അവിടെ വാങ്ങിച്ചു വയ്ക്കും. അതിനാണ് ഈ ഉത്സവം എന്ന് കൊണ്ടുവരുന്നത്. പക്ഷേ ഇപ്പോഴും ഗ്രാമത്തിൽ ഉള്ളിൽ പോയാൽ ഉത്സവം എല്ലാ സ്ഥലത്തും ഉണ്ട്. അതായത് അമ്പലത്തിലെ ഉത്സവങ്ങളും മുറക്കി നടക്കുന്നുണ്ട്. അല്ലാതെ പല ഉത്സവങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം വളരെ കുറഞ്ഞു വരുന്നത്. എന്താ വെച്ചാൽ ആൾക്കാർക്ക് അതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. അതിനേക്കാട്ടിലും നല്ല കാര്യങ്ങൾ അവർക്ക് മൊബൈലിൽ ക്ലിയറായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഉത്സവത്തിന് പോയി ഇടിച്ച് നിന്നുകൊണ്ട് മണ്ണിൽ തറയിലിരുന്ന് ഇരുട്ട വെളുക്ക ഇരുന്ന് നോക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം അങ്ങനത്തെ ഈ കലിയുഗത്ത് വേറൊന്നുമുണ്ട്, രാമനാമം പറഞ്ഞാൽ മതി. ഇന്ന് മെനിഞ്ഞാന്ന് കൃഷ്ണജയന്തി ആയിരുന്നു. അപ്പോൾ കൃഷ്ണജയന്തിക്ക് ഒരു പോഡ്കാസ്റ്റ് കണ്ടു, കൃഷ്ണ ജയന്തി സ്പെഷ്യൽന്ന്.
എന്നാൽ പിന്നെ ഞാനും അത് നോക്കാം എന്ന് വിചാരിച്ച് ഒരു 2 മണിക്കൂറിൻ്റെ പോഡ്കാസ്റ്റാണ്, വീഡിയോ. ഞാനും അടുക്കളയിൽ ഇങ്ങനെ പല ജോലികളും ചെയ്തുകൊണ്ട് അത് കേട്ടുകൊണ്ടിരുന്നു. അതിൽ പറയുന്നത് കൃഷ്ണ ജയന്തിയുടെ സ്പെഷ്യലല്ലയോ. അപ്പം കൃഷ്ണനെക്കുറിച്ച്, കൃഷ്ണൻ്റെ അവതാരം തൊട്ട്, അതായത് കൃഷ്ണൻ ജനിച്ചപ്പം തൊട്ട് മരിക്കുന്നവരെ, ഒരു വേടൻ്റെ അമ്പ് ഇത് കുത്തിയാണ് കൃഷ്ണൻ മരിക്കുന്നത്, അതുവരെ ഉള്ള കഥ ഒരു കൊച്ചു പയ്യൻ നല്ല രീതിയിൽ പറഞ്ഞു. TRS ക്ലിപ്സ് എന്ന് പറഞ്ഞ് കുറേ പോഡ്കാസ്റ്റുകളുണ്ട് അതിനകത്ത്, നല്ല രീതിയിൽ ചെയ്യും. അതിൽ അത് പറയുന്നത് കൃഷ്ണന് ഏറ്റവും ഇഷ്ടം രാധയാണ്. അപ്പം കൃഷ്ണൻ്റെ പ്രീതി പിടിച്ചെടുക്കണമെങ്കിൽ രാധേ രാധേ എന്ന് വിളിച്ചാൽ മതി. രാധയുടെ പ്രീതി പിടിച്ചു പറ്റണമെങ്കിൽ കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ചാൽ മതി. അപ്പം ഈ കലിയുഗത്ത് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഇത് പറഞ്ഞാൽ മതി. അതായത് മന്ത്രങ്ങളും യാഗങ്ങളും തപസ്സുകളും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. എന്നുവെച്ചാൽ ഈ കലിയുഗത്ത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ഈ കലിയുഗത്താണ് നമുക്ക് മോക്ഷം കിട്ടുന്നത് വളരെ എളുപ്പം. ഒന്നും വേണ്ട, രാമ 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 എന്ന് പറഞ്ഞാൽ മതി. മന്ത്ര ഉച്ചാടനം മതി, ഏതെങ്കിലും ഒരു മന്ത്രം പറഞ്ഞാൽ മതി. രാമ രാമ രാമേരി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം ശ്രീരാമനാമ വരാനനെ. സഹസ്രനാമം പഠിക്കാൻ സമയമില്ലാത്തവർക്ക് ഈ 4 വരിയുള്ള ശ്ലോകം പറഞ്ഞാലേ മതി. സഹസ്രനാമം മൊത്തം വായിച്ചതിൻ്റെ തുല്യമാണ്, അതിൻ്റെ ഫലം കിട്ടും എന്നാണ് പറയുന്നത്. അതുപോലെ ആ പോഡ്കാസ്റ്റിലാണ് പയ്യൻ പറഞ്ഞത്, വിനയ് വാരണാസി എന്നാണ് ആ പയ്യൻ്റെ പേര്. ഈ രൺവീർ ഷോ എന്ന് പറയും, TRS ക്ലിപ്സ് എന്ന്. രൺവീറും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പം അതിലാണ് ഞാൻ ഇങ്ങനെ കേട്ടത്. അപ്പം രാധയും കൃഷ്ണനുടെയും പ്രീതി ഒന്നിച്ച് കിട്ടണമെങ്കിൽ രാധേ 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 കൃഷ്ണ എന്ന് വിളിച്ചാൽ മതി. അപ്പം അതിൽ പറയുന്നത് കൃഷ്ണനെ വിശ്വസിച്ചാൽ മതി, നിങ്ങളുടെ ഇഷ്ടദൈവം ഏതോ അവിടെ കൊണ്ട് എത്തിക്കും എന്നാണ് പറഞ്ഞത്. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. എന്താണെന്ന് വെച്ചാൽ ഞാനും ഗുരുവായൂർ പോകും, കൃഷ്ണനെ പൂജിക്കുന്നുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ എൻ്റെ മനസ്സിൽ എൻ്റെ ഇഷ്ടദേവത എന്ന് പറയുന്നത് എൻ്റെ ശിവനും പാർവതിയും. അവർ രണ്ടുപേരുമാണ് എൻ്റെ അച്ഛനും അമ്മയും. അമ്മയപ്പനെ എന്ന് ഞാൻ വിളിക്കുന്നത് അവർ രണ്ടുപേരുമാണ്. അപ്പം അങ്ങനെ എൻ്റെ മനസ്സിൽ ഉറച്ച ഒരു തീരുമാനം ഉള്ളതുകൊണ്ട് എനിക്ക് മറ്റെല്ലാ ദൈവങ്ങളെയും തൊഴും. എൻ്റെ പൂജാമുറി വന്ന് കണ്ട എല്ലാ ദൈവങ്ങളുടെ പടങ്ങളും ഉണ്ട്, എല്ലാ ശ്ലോകങ്ങളും എനിക്കറിയാം, എല്ലാ ശ്ലോകങ്ങളും സമയമുണ്ടെങ്കിൽ ഇരുന്ന് പറയും. എന്നാലും ഈ ലളിതാ സഹസ്രനാമം വായിക്കുന്നതിൻ്റെ ഒരു സന്തോഷം, അല്ലെങ്കിൽ കനകധാര സ്തോത്രം വായിക്കുമ്പോൾ ഒരു സന്തോഷം, അല്ലെങ്കിൽ ശിവൻ്റെ അഷ്ടോത്രം പറയുമ്പോൾ ഉള്ള ഒരു തൃപ്തി ബാക്കി ഉള്ളതിൽ എനിക്ക് അങ്ങനെ കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഞാൻ പറയും, ഞാൻ ചെയ്യും. അപ്പം ഞാൻ വിചാരിച്ചു, കലിയുഗത്ത് ഇപ്പം രാധേ കൃഷ്ണ എന്ന് പറഞ്ഞാൽ നമുക്ക് മോക്ഷം കിട്ടുമെന്ന് പറയുമ്പം എനിക്കതിനെ അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പം അതിൽ അടുത്ത സെൻറ്റൻസ് പറയുക, നിങ്ങൾ കൃഷ്ണാന്ന് ഒരു വിളിച്ചാൽ മതി, നിങ്ങളുടെ ഇഷ്ടദൈവം ആരോ അവരുടെ അടുത്ത് കൊണ്ട് എത്തിക്കും. കൃഷ്ണനാണ് നിങ്ങളുടെ ഇഷ്ടദൈവം എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ അങ്ങനെ നിങ്ങളെ വാരി അണച്ചെടുത്തോളും. ഒരു സെക്കൻഡ് പോലും പിന്നെ നിങ്ങളെ വിടുകയില്ല എന്ന് പറഞ്ഞ പോലെ ഒരു നിമിഷം മതി നമുക്ക് ഈ കലിയുഗത്തിൽ ഈ കുറച്ച് സാധന ചെയ്താൽ മതി. ആൾക്കാരിങ്ങനെ കാത്തിരിപ്പുണ്ട്, വലിയ വലിയ അവതാരങ്ങൾ. ബാബാജിയൊക്കെ നമ്മളെ ഇങ്ങനെ വഴി നടത്തുമെന്നാണ് പറയുന്നത്. സ്വപ്നത്തിൽ കാണും, നേരിട്ട് കാണും. ഒരുപാട് അനുഭവങ്ങൾ ഞാനും മറ്റവരുടെ അനുഭവങ്ങളെല്ലാം കൂടെ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒന്നും വേണ്ട, ഈ മെഡിറ്റേഷനിൽ കൂടെ ഈ നഗാദ് എന്ന് പറഞ്ഞ ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു ചെറിയ കുടിലിനകത്തിരുന്നുകൊണ്ട് ഈ സ്വാമി മുക്താനന്ദ ചെയ്യുന്ന ധ്യാനത്തിന് ഇത്രയും കിട്ടുന്നു. അപ്പം അതുകൊണ്ടൊക്കെയാണ് ഞാൻ പറയുന്നത്, ഇതൊന്നും ഞാൻ
ലൈറ്റായിട്ട് എടുക്കുന്നില്ല. ഞാൻ ഇതെല്ലാം വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുത്ത് ഞാൻ എൻ്റെ വീഡിയോകളിൽ ഇടുന്നു, പറയുന്നു നിങ്ങളുടെ അടുത്ത്, നിങ്ങളുടെ കൂടെ പങ്കുവയ്ക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് നല്ലൊരു മോട്ടിവേഷനാണ്, അല്ലയോ? അപ്പം സ്വാമി മുക്താനന്ദ ചെയ്യുന്ന മെഡിറ്റേഷൻ അത്രയ്ക്കൊന്നും സാധാരണ മെഡിറ്റേഷൻ അല്ല. അത് നേരത്തെ നമ്മൾ കണ്ടു, ഗുരുഭക്തിയുടെ അങ്ങേയറ്റം. അപ്പം ഗുരു അരുളുണ്ടെങ്കിൽ തിരുവരുളും കിട്ടും. അങ്ങനെയാണ് മുക്താനന്ദയ്ക്ക് ഗുരു അരുളും നിത്യാനന്ദ സ്വാമിയുടെ ഗുരുവിൻ്റെ അരുളും തിരുവരുൾ വെച്ചാൽ ദൈവത്തിൻ്റെ, അത് കുണ്ടലിനി ശക്തി, ചിത് ശക്തി എണീറ്റു ദയ പോന്നു, ചക്രയായിട്ട് കടന്നു വരുന്നു. അപ്പം ഇതൊക്കെ നമുക്കും നടക്കും. അപ്പം അതിലൊരു വിശ്വാസം വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. ഇപ്പം ഇതിലെന്തിനാണ് ഞാൻ ഇത്രയും പറയുന്നതെന്ന് വെച്ചാൽ, ഇത് മുക്താനന്ദയുടെ കൂട്ട ആൾക്കാർക്ക് നടക്കും, നമുക്കൊക്കെ എവിടെ നടക്കാൻ പോകുന്നു എന്ന് ഒരു വിചാരം ആർക്കും വരരുത്. മനുഷ്യനായിട്ട് ജനിച്ച എല്ലാവർക്കും നമുക്ക് ഈ കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മതി നമ്മളുടെ കടമകളെല്ലാം ചെയ്തുകൊണ്ട് അതൊരു 50% നമ്മളുടെ ജീവിതത്തിന് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഈ ജന്മം എടുത്തതിന് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത് ആലോചിക്കുക. അപ്പം നമ്മളുടെ അക്കൗണ്ടിൽ നമ്മൾ എത്ര പുണ്യം ചേർത്തു, എത്ര സാധനങ്ങൾ ചെയ്തു, അതായത് തിരുമൂലർ പറഞ്ഞതായിട്ടാണ് എനിക്ക് ഓർമ്മ. തിരുമൂലർ എന്ന് പറയുന്നത് വലിയ ഒരു സിദ്ധനാണ്. 3000 വർഷം ജീവിച്ചിരുന്ന ആളാണ്. 3000 വർഷം എങ്ങനെ ജീവിച്ചിരുന്നു? അദ്ദേഹത്തിന് ആ ശ്വാസത്തിനെ എങ്ങനെ നീട്ടിക്കണം, ശ്വാസം വെച്ച് എങ്ങനെ 3000 വർഷം ജീവിക്കണമെന്ന് അങ്ങേര് പഠിച്ചു. അങ്ങനെ 3000 വർഷം ജീവിച്ച് 3000 പാട്ട് എഴുതി. ഒരു വർഷത്തേക്ക് ഒരു പാട്ടാണ് എഴുതിയത്. ഒരു പാട്ട് പഠിച്ച് നമുക്ക് മനസ്സിലാക്കിയാൽ മതി, കൈലാസം എത്തും. അങ്ങനത്തെ പാട്ടാണ് അദ്ദേഹം തമിഴിൽ എഴുതിയിരിക്കുന്നത്. അപ്പം എനിക്ക് അദ്ദേഹമാണോയെന്ന് എനിക്ക് ശരിക്കറിയാൻ വയ്യ. അതായത് ഇത് മഹാവതാർ ബാബാജിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്തപ്പോൾ അതിൽ വന്നതാണ്, എൻ്റെ ഒരു ഗുരു പറഞ്ഞതാണ്. അതായത് നിങ്ങൾ 10,60,000 പ്രാവശ്യം നിങ്ങളുടെ പ്രാണനെ സുഷുമ്ന നാഡി കൂടെ മേളിൽ കയറ്റി ഇറക്കിയാൽ നിങ്ങൾക്ക് മുക്തി ഷുവർ. അഷ്വേർഡ് ഗിഫ്റ്റ് എന്ന് പറയുന്നില്ലേ ഇക്കാലത്ത്? അഷ്വേർഡ് ഗിഫ്റ്റ് എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഗിഫ്റ്റുണ്ട്. നിങ്ങളത് ജയിച്ചാലും തോറ്റാലും നിങ്ങൾക്ക് ഗിഫ്റ്റുണ്ട് എന്ന് പറയുന്ന പോലെ ഈ 10,60,000 പ്രാവശ്യം നിങ്ങളുടെ സുഷുമ്ന നാഡി വഴി ഈ പ്രാണനെ കയറ്റി ഇറക്കിയാൽ നിങ്ങൾക്ക് മുക്തി ഷുവർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമുക്കും ഇതെല്ലാവർക്കും കിട്ടുന്ന രീതിയിലാണ് നമ്മളെ ഇവിടെ ഭൂമിയിൽ പറഞ്ഞയച്ചിട്ടിരിക്കുന്നത്. അപ്പം മുക്താനന്ദായും ഇങ്ങനെ കണ്ട് ഇപ്പോഴാണ് മുക്താനന്ദയ്ക്ക് പിടികിട്ടിയത്, ഇത് ഇന്ദ്രനാണ് എന്ന്. അപ്പം ഇന്ദ്രലോകത്താണ് ഇവർ പോകുന്നത്. ഇന്ദ്രലോകത്ത് ഇന്ദ്രൻ വസിക്കുന്ന വാസസ്ഥലമായ കൊട്ടാരത്തിലാണ് ഇന്ദ്രൻ വിളിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം അദ്ദേഹം പറയുന്നത് ഈ ഇന്ദ്രലോകത്തേക്ക് മാത്രമല്ല ഇന്ദ്രൻ രാജാവ്, എല്ലാ ലോകത്തിലേക്കും രാജാവാണ് ഇന്ദ്രൻ. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ആയിരക്കണക്കിന് സാക്രിഫൈസ്, ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ജന്മം നല്ല ഒരു രാജാവായിട്ടിരുന്നിട്ടുണ്ട്. മനുഷ്യൻ്റെ രൂപത്തിൽ നല്ല ഒരു രാജാവായിട്ട് ഇരുന്ന് എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഇന്ദ്രലോകത്തിൻ്റെ കിങ്, നേതാവ് എന്നുള്ള ഒരു പട്ടം കിട്ടിയത്. അങ്ങനെയാണ് ഇന്ദ്ര പദവി കിട്ടിയത്. ഓക്കെ, അപ്പം അങ്ങനെ ഇന്ദ്രനും സ്വാമി മുക്താനന്ദയും കൂടെ ഇന്ദ്രൻ്റെ വാസസ്ഥലത്ത് ആ കൊട്ടാരത്തിൽ കയറുന്നു. ഇവർ രണ്ടുപേരെയും നല്ലപോലെ ആരതി എടുക്കുന്നു. ആ സ്ഥലത്ത്, ആ സിറ്റിയിൽ, ആ നഗരത്ത്, അതായത് ഇന്ദ്രൻ വസിക്കുന്ന കൊട്ടാരമുള്ള ആ ചുറ്റുപാട് എല്ലാവരും യങ്ങാണ്, കാണാൻ നല്ല ഭംഗിയാണ്, ഹെൽത്തിയാണ്. അവർക്കാർക്കും ഈ ദുഃഖമെന്ന് പറഞ്ഞതില്ല. മുഖത്തെപ്പോഴും സന്തോഷമാണ്. ദേഹമൊക്കെ വളരെ സ്ലിമ്മായിട്ടാണ് ഇരിക്കുന്നത്, മെലിഞ്ഞാണ് ഇരിക്കുന്നത്. അതേ സമയത്ത്
ഭയങ്കര സ്ട്രോങ് ആണ്. എന്തുവാ, മുഖത്തൊക്കെ അങ്ങനെ ഒരു തേജസ്, ചൈതന്യം, മുഖത്ത് അത് പ്രത്യേകം ഒരു ചൈതന്യം ഇദ്ദേഹത്തിന് എല്ലാവരുടെ മുഖത്തും കാണാൻ പറ്റി. പിന്നെ ഇന്ദ്രൻ്റെ വാസസ്ഥലമായ കൊട്ടാരത്തിൽ നിന്ന് പിന്നെ അവിടെ എല്ലാം സ്ഥലമെല്ലാം കണ്ടേച്ച് ഇവർ രണ്ടുപേരും കൂടെ ഈ മറ്റു സ്ഥലങ്ങളെല്ലാം പോയി കാണുന്നു. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഇവർ രണ്ടുപേരെയും ആരതി എടുത്ത് പെണ്ണുങ്ങളും പെൺപിള്ളേരും ഒക്കെ വഴിയെല്ലാം പൂക്കൾ തൂവിയിട്ടിരുന്ന സ്ഥലത്ത് പെണ്ണുങ്ങളും പെൺപിള്ളേരും ഒക്കെ ആരതി എടുത്ത് അവരെ വരവേറ്റു. കമ്പനി ഓഫ് ദി ഇതെല്ലാം കഴിഞ്ഞ് പിന്നീട് തിരിച്ചും കൊട്ടാരത്തിൽ വന്നു. തിരിച്ച് കൊട്ടാരത്തിൽ വന്നപ്പോൾ അതായത് അവിടെ കുറേ പാട്ട് പാടുന്നവർ, മ്യൂസീഷ്യൻസ്, അതായത് പാട്ടും താളം മേളതാളങ്ങളൊക്കെ ഈ ഇൻസ്ട്രുമെൻസൊക്കെ വായിക്കുന്നവരൊക്കെ അവിടെ ക്ലാസിക്കൽ മ്യൂസീഷ്യൻസ്, കർണാട്ടിക് സോങ്സും പാടുന്നവരും അവിടെ ഇൻസ്ട്രുമെൻസൊക്കെ വായിക്കുന്നവരുമൊക്കെ ഇവർക്ക് വേണ്ടി കാത്തിരുന്നു. അപ്പോൾ ഇപ്പം നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് വരുന്നു, അല്ലെങ്കിൽ ഇപ്പം എന്തുവാ, ഞങ്ങളുടെ സ്കൂളിലൊക്കെ എപ്പോഴും ഇതുണ്ട്. വലിയ ഗസ്റ്റുകളൊക്കെ വന്നാൽ ആദ്യം അവരെ നേരെ പ്രിൻസിപ്പളിൻ്റെ റൂമിൽ കൊണ്ടുവരും. നമ്മൾ സംസാരിക്കും, ചായയോ കാപ്പിയോ ഒക്കെ കുടിക്കാൻ കൊടുക്കുമെന്ന് വെച്ചാൽ സാധാരണ ബിസ്ക്കറ്റൊന്നുമല്ല അവർക്ക് കൊടുക്കുന്നത്, ക്യാഷും അതും ഇതും ഏറ്റവും നമുക്ക് കിട്ടാനുള്ള നല്ല കാര്യങ്ങളൊക്കെയാണ് അവർക്ക് കൊടുക്കുന്നത്. കൊടുത്തിട്ട് 1-2 പ്രോഗ്രാമൊക്കെ വയ്ക്കും. ഏറ്റവും നല്ല ഡാൻസ് കളിക്കുന്ന കുട്ടികളെ കൊണ്ട് കളിപ്പിക്കും, അല്ലെങ്കിൽ ഏറ്റവും നല്ല കുട്ടികളുടെ നേരത്തെ അവതരിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കാണിക്കും. അതൊരു നമുക്കൊരു സന്തോഷം. അതുപോലെ ഇവിടെ ഇന്ദ്രൻ്റെ കൊട്ടാരത്തിൽ ആൾക്കാരൊക്കെ ക്ലാസിക്കൽ മ്യൂസീഷ്യൻസൊക്കെ കാത്തിരുന്നു. അപ്പോൾ അവിടെ ഈ ഇന്ദ്രലോകം എന്ന് പറയുന്നത് ഈ ആഗ്രഹങ്ങളൊക്കെ തീർന്ന് മതിയായി, അത് അനുഭവിച്ച് മതിയായി ആൾക്കാരാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവർക്ക് ഇത് വേണം, അത് വേണം, പാട്ട് കേൾക്കണം, അല്ലെങ്കിൽ കർണാട്ടിക് മ്യൂസിക് കേൾക്കണം, അല്ലെങ്കിൽ വയലിൻ കേൾക്കണം, വീണ കേൾക്കണം, അങ്ങനെയൊന്നും അവർക്ക് ആഗ്രഹമില്ല. എന്നുവെച്ചാൽ അതെല്ലാം കേട്ട് നിറവായിട്ടുള്ള മനസ്സ് കൊണ്ടാണ് അവർക്ക് ഇന്ദ്രലോകത്ത് വന്നിരിക്കുന്നത്. അപ്പം അവർക്ക് ഇന്ദ്രലോകത്തിനെ മുക്താനന്ദ പറയുന്നത് സുഗമലോക. സുഗമലോക എന്ന് പറയുന്നത് എല്ലാ സുഖങ്ങളും അവിടെ ഉണ്ട്, പക്ഷേ ആർക്കും ആ സുഖങ്ങളൊക്കെ അനുഭവിക്കണമെന്നുള്ള ആർത്തിയില്ല. എന്നുവെച്ചാൽ അവരെല്ലാം അനുഭവിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ എല്ലാ സുഖസൗകര്യങ്ങളും ഉള്ള ലോകമാണ് അത്. അപ്പോൾ അതൊക്കെ കണ്ടു. പിന്നെ ഇദ്ദേഹത്തിൻ്റെ തലയിൽ ഒരു നെക്ലസ്, അതായത് മുത്തുക്കൾ പതിച്ച ഒരു നെക്ലസും പൂക്കളൊക്കെ കൊണ്ട് കെട്ടിയ ഒരു മാലയും അദ്ദേഹത്തിൻ്റെ തലയിൽ വെച്ച് കൊടുത്തു. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയാലേ നമ്മുടെ തലയിൽ ടർബൺ വയ്ക്കും. ഇപ്പം ജപ്പാനിൽ പോയപ്പം അവിടുത്തെ കിമോനോ ഡ്രസ്സ് ഇട്ട് നമ്മൾ ഫോട്ടോ എടുത്തു. അതെല്ലാം ഒരു കൾച്ചറൽ അക്സെപ്റ്റൻസാണ്. അത് ഏത് സ്ഥലത്ത് പോകുന്നു അവിടെ ഇപ്പോൾ നരേന്ദ്രമോദി ഓരോ സ്ഥലത്ത് പോകുന്നു, ഓരോ രാജ്യത്ത് പോകുന്നു, ആ രാജ്യത്തിലെ സ്പെഷ്യാലിറ്റി എന്തുവാണോ അത് അദ്ദേഹത്തിന് കൊടുക്കും. ചിലപ്പം ഡ്രസ്സായിരിക്കാം, ആ ഡ്രസ്സ് ഇട്ട് ഫോട്ടോ എടുക്കും. അതെല്ലാം ഒരു സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ ഇദ്ദേഹത്തിനെല്ലാം വെച്ച് തലയിലൊക്കെ കിരീടമൊക്കെ വെച്ചു. അപ്പോഴത്തേക്ക് ആ തേര് തിരിച്ചു വന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി ഇന്നത്തെ ഇന്ദ്രലോകത്തിൻ്റെ കറക്കം മതിയാക്കി, അപ്പം എനിക്ക് തിരിച്ചു പോകാനുള്ള സമയമായി എന്ന് തേര് കണ്ടപ്പോഴേ ഇദ്ദേഹം മനസ്സിലാക്കി. അതാണ് നമ്മളുടെ സിഗ്നൽ, പോകാനുള്ള സിഗ്നൽ എന്ന് വിചാരിച്ചുകൊണ്ട് നിന്ന്. പിന്നെ ഇന്ദ്രനും സ്വാമി മുക്താനന്ദയും കൂടെ രണ്ടുപേരും കൂടെ ചേർന്നിരുന്നു. ഇത് ഇപ്പം ഇന്ദ്രൻ തേരിൽ വന്ന് മുക്താനന്ദയെ വിളിച്ചുകൊണ്ട് പോയി. ചിലപ്പോൾ ഉണ്ടല്ലോ, ഇതെല്ലാം കാണിച്ചു അവന്ന് പറഞ്ഞ് വീട്ടിൻ്റെ വാതിൽക്കൽ നിന്ന് ശരി പോയിട്ട് വരൂ, ചാരിയറ്റ് അയക്കും.
പോയിട്ട് വരുമെന്ന് പറയും. ഇതങ്ങനല്ല, ഇന്ദ്രൻ കൂടെ വരുന്നു. ഇന്ദ്രൻ കൂടെ വന്ന് നാഗാഡിലുള്ള രണ്ടുപേരും കൂടെ സീറ്റിലിരുന്നു. കുറച്ച് സമയത്തിനകം ഇദ്ദേഹം നഗാരിലുള്ള ആ കുടിലിന് വന്നു. അപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ മെഡിറ്റേഷൻ നിന്നു. അപ്പം മെഡിറ്റേഷനിലാണ് ഇത്രയും അദ്ദേഹം കണ്ട് രസിച്ചത്. ഓക്കെ. അപ്പം പിന്നെ അദ്ദേഹം കണ്ണ് തുറന്നു. മെഡിറ്റേഷൻ കഴിയുമ്പം കണ്ണ് തുറക്കാമല്ലോ. കണ്ണ് തുറന്നപ്പം ഈ സീനൊക്കെ കണ്ണിൻ്റെ മുമ്പിൽ തിരിച്ചും വരുന്നു. കണ്ണടച്ചാലും ഈ സീനുകളൊക്കെ അദ്ദേഹത്തിന് തിരിച്ചെടുക്കാൻ പറ്റുന്നു. കണ്ണ് തുറന്നിരിക്കുമ്പോഴും കണ്ണടച്ചിരിക്കുമ്പോഴും ഈ സീനൊക്കെ, അതായത് കിട്ടിയ ദൃശ്യങ്ങളൊക്കെ, എവിടെ പോയി, എവിടെ വന്നു, എങ്ങനത്തെ മാനുണ്ടായിരുന്നു, എങ്ങനത്തെ പശുക്കളായിരുന്നു, എങ്ങനത്തെ തേരായിരുന്നു, അതെല്ലാം തിരിച്ചും തിരിച്ചും ഇദ്ദേഹത്തിന് ഓർമ്മിക്കാൻ പറ്റുന്നു. പിന്നെ എല്ലാം മെഡിറ്റേഷൻ്റെ രീതിയൊക്കെ മാറി കംപ്ലീറ്റ്ലി സാധാരണ ഒരു മനുഷ്യനായി അങ്ങനെ പോന്നു. ഇപ്പം മുക്താനന്ദ എഴുതിയിരിക്കുന്നത്, നേരത്തെ എനിക്ക് ഈ നരകം, സ്വർഗം, അങ്ങനെയൊക്കെ നാഗലോകം, സിദ്ധലോകം, ഇന്ദ്രലോകം എന്നൊക്കെ ആളുകൾ പറയുന്നത് കേൾക്കുമ്പം എനിക്കതിൽ വിശ്വാസമില്ലായിരുന്നു. മുക്താനന്ദ എഴുതുക ഇവിടെ, എനിക്കതിലൊന്നും വിശ്വാസമില്ല. എന്താ ആൾക്കാർ ഏതോ കഥയൊക്കെ ഉണ്ടാക്കി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇദ്ദേഹത്തിന് എന്നാണ് അദ്ദേഹം വിചാരിച്ചത്. അപ്പം പുരാണത്തിലും ഇതിഹാസങ്ങളിലും വരുന്ന കഥകളൊക്കെ അതൊക്കെ കഥകളാണ്, സത്യത്തിൽ നടന്നിട്ടില്ല എന്നാണ് ഇദ്ദേഹം വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം എന്തു പറ്റി? അദ്ദേഹം തന്നെ മെഡിറ്റേഷനിൽ പല ലോകത്തും പോയിരുന്നു. നരകത്തിൽ പോയി, സ്വർഗത്തിൽ പോയി, സിദ്ധലോകത്ത് പോയി, നാഗലോകത്ത് പോയി, ഇപ്പം ഇന്ദ്രലോകത്ത് വരുന്നു. അപ്പം ഇപ്പം അദ്ദേഹത്തിന് ബോധ്യമായി, ഈ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം കള്ളവല്ല, ചമഞ്ഞു വെച്ച കഥകളല്ല, ആളുകളുടെ കൽപ്പനാശക്തിയിൽ ഉദിച്ച കഥകളല്ല, ഇതൊക്കെ സത്യത്തിലും ഉള്ളതാണ് എന്നുള്ള ബോധ്യം ഇദ്ദേഹത്തിന് വന്നു. അപ്പോൾ 7, 14 ലോകം എന്നൊക്കെ പറയുന്നതൊക്കെ കള്ളവല്ല, സത്യമാണ് എന്ന് ഇപ്പോൾ ഇദ്ദേഹത്തിന് നല്ലപോലെ ബോധ്യമായി. അതുമാത്രമല്ല, അദ്ദേഹം പറയുന്നത് അക്കാലത്തെ ഋഷിമാരും മുനികളും ഋഷികളും വലിയ വലിയ സിദ്ധന്മാരും അവരുടെ ധ്യാനത്തിൽ ഇരുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ഇതെല്ലാം ഇവിടെയൊക്കെ അവരും സഞ്ചരിച്ചിട്ടുണ്ട്, അവരും പോയിട്ടുണ്ട്, അവരും കണ്ടിട്ടുണ്ട്. അങ്ങനെയല്ലയോ ഈ 72,72,10,000 നാഡികൾ ഒരു മനുഷ്യൻ്റെ ദേഹത്തുണ്ട്, 114 ചക്രാസുണ്ട്. ഇതൊക്കെ എങ്ങനെ അവർക്ക് പറയാൻ പറ്റും? ഇത് ഒരാളല്ല പറഞ്ഞത്. ഇപ്പോൾ ഒരാൾ പറയുവാണെങ്കിൽ അത് കഥയെന്ന് പറയാം. എത്രയോ സിദ്ധന്മാർ ഇവ കണ്ടിട്ടുണ്ട്. വേറെ ആരും വേണ്ട, മുക്താനന്ദ തന്നെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കണ്ണ് അകത്തോട്ട് നോക്കി ഈ കള്ളിനകത്ത് മണ്ടയ്ക്കകത്തുള്ളതെല്ലാം കണ്ടിട്ടുണ്ട്. അതുകൊണ്ടല്ലേ അദ്ദേഹം എഴുതാൻ പറ്റിയേ. അല്ലെങ്കിൽ ചുമ്മാ ഇരുന്നുകൊണ്ട് അങ്ങേർക്ക് സ്വപ്നം കാണാൻ പറ്റുമോ? ഉള്ളത് കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്രയും ശക്തമായിട്ടുള്ള ഒരു വാക്കിനെ കൂടെ പ്രകടിപ്പിക്കാൻ പറ്റുന്നത്, ഇല്ല? അപ്പം അതുപോലെയാണ്. അപ്പം എന്നെക്കാട്ടിലും വലിയ വലിയ ആൾക്കാരാണ്, ഞാനൊന്നും ആരുമേ അല്ല എന്നാണ് മുക്താനന്ദ പറയുന്നത്. അപ്പം ഋഷികളും മഹർഷികളും സിദ്ധന്മാരുമൊക്കെ ചുമ്മായല്ല, അവരൊക്കെ അവരുടെ ധ്യാനത്തിൽ കൂടി കണ്ടതാണ് ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നേ എന്നുള്ളത് അദ്ദേഹത്തിന് ബോധ്യമായി. അപ്പം ഇതോടുകൂടി ഈ ഇന്ദ്രലോകത്തിൻ്റെ വിസിറ്റ് തീർന്നു. സോ വിസിറ്റ് ടു ഇന്ദ്രലോക എന്നുള്ള ചാപ്റ്റർ ഇതോടെ തീർന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ 22ാമത്തെ ചാപ്റ്ററാണ് വിഷൻ ഓഫ് മൈ ഓൺ ഫോം. അതായത് മുക്താനന്ദ മെഡിറ്റേഷനിൽ മുക്താനന്ദയുടെ രൂപത്തിനെ തന്നെ കാണുക.
അതെന്തുവാന്ന് അതൊരു ചെറിയ ചാപ്റ്ററാണ്, അത് ഒരു വീഡിയോയിൽ തീരും. അപ്പോൾ അത് നാളത്തെ വീഡിയോയിൽ, അടുത്ത വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. അപ്പം നിങ്ങൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. എന്ന് വെച്ചാൽ നിങ്ങളുടെ കമൻസൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ട്. അതിൽ എനിക്കും വളരെ സന്തോഷമുണ്ട്. ഒരേ ഒരു കാര്യം, നമ്മളും എങ്ങനെയെങ്കിലുമൊക്കെ മുക്തി നേടാനുള്ള വഴികളാണ് ഇതൊക്കെ. സാധനകൾ ചെയ്യുക, പല രീതിയിലും പല മാർഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹഠയോഗ, ഈ ഭക്തിയോഗം, രാജയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം, ഈ 4 യോഗത്തിനെക്കുറിച്ച് സ്വാമി വിവേകാനന്ദ സഹിതം എല്ലാവരും വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. എത്രയോ ബുക്കുകളുണ്ട് അതിനെക്കുറിച്ചൊക്കെ. അപ്പം ഈ കാര്യങ്ങളൊക്കെ എന്തുവാന്ന് മനസ്സിലാക്കി നമ്മളെടുത്ത് ഏതെങ്കിലും ഒരു ഗുരുമുഖാന്തരം ഏതെങ്കിലും ഒരു മന്ത്രം വാങ്ങിച്ച് മന്ത്രം ചൊല്ലുക, ധ്യാനം ചെയ്യുക. അതിനുണ്ടായ ക്രിയായോഗ, ഇപ്പം മഹാവതാർ ബാബാജിയുടെ വഴിയിലാണ് പോകണമെന്നുണ്ടെങ്കിൽ ക്രിയായോഗ ബെസ്റ്റാണ്. അപ്പം ക്രിയായോഗ ചുമ്മാ വീഡിയോയിലും യൂട്യൂബിലും ഒന്നും നോക്കി പഠിച്ച് ചെയ്യരുത്. ശരിക്കും ഒരു ഗുരുവിനെ സ്വീകരിച്ച് ഗുരുമുഖാന്തരം അതിൻ്റെ സ്റ്റെപ്സൊക്കെ കേട്ട് പഠിച്ച് നമ്മൾ അതിന് പ്രാക്ടീസ് ചെയ്യണം. ദിവസം എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് നേരം കണ്ടെത്തി പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും മുക്തി നേടാൻ പറ്റും. അതിൻ്റെ ഉറപ്പുണ്ട് എനിക്ക്. നന്ദി, നമസ്കാരം.